നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കടയിൽ നിന്ന് നേരത്തെ കുറച്ച് കട്ട് പീസുകളൊക്കെ കളക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു പേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്, എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ. അതിൽ 12 ഇഞ്ച് നീളം, പിന്നെന്താ 9 ഇഞ്ച് വീതി, അങ്ങനെയൊക്കെ ആയിട്ട് 3 പീസ് തുണിയുണ്ട്. ഞാനിതിൻ്റെ കോളറിലൊക്കെ വയ്ക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തിക്കോളൂ, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാൻവാസ് അടങ്ങിയ തുണിയുണ്ടല്ലോ, അതിൻ്റെ നടുവൊക്കെ മടക്കി ഇപ്പോൾ അടയാളപ്പെടുത്താണ് കേട്ടോ. ഒരു 1/4 ഭാഗത്ത് വെച്ചിട്ടാണ് അതിന് ഒരു കോണ് പോലെ അടയാളപ്പെടുത്തി. നമുക്കത് വെട്ടിയെടുക്കാം. ഇത് അയൺ ചെയ്താലാണ് ഇങ്ങനെ തുണിയും ക്യാൻവാസും കൂടി ഒട്ടിയിട്ട് കിട്ടുക കേട്ടോ. നേരത്തെ നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണേ. ഇനി ഇതേ അളവിൽ 2 പീസ് തുണിയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് കൂടെ ഒക്കെ ഒന്ന് മെഷീനിൽ തയ്ച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ തുമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളയാം. നമുക്കറിയാലോ, ഇതിൻ്റെയൊക്കെ എഡ്ജുകളിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തയ്ച്ച ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉന്തുമുഴയിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കൂടൊക്കെ അങ്ങനെ അതുപോലെ ചെറുതായിട്ടിങ്ങനെ വെട്ടിക്കൊടുക്കുക. അങ്ങനെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ തയ്ച്ചത് ഉള്ളിൽ പോകുമ്പോൾ അങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആ തയ്ച്ചതിനൊക്കെ ഉള്ളിലേക്ക് ആക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ റോസ് കളറ് തുണിയാണ്, അടുത്ത ഭാഗം പച്ച കളർ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്ത് നമുക്ക് ഈ പേഴ്സ് മൊത്തം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസൈൻ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ അത് ചെയ്ത് വെച്ചതാണ്. ഇതിനൊന്ന് വൃത്തിയായിട്ട് വെട്ടിയെടുക്കുക, പേഴ്സിൽ ഒട്ടിക്കുക കേട്ടോ. ഇനി ഞാനൊരു ചെറിയൊരു എംബ്രോയ്ഡറിയും കൂടെ ചെയ്യുകയാണേ. ഡിസൈനൊക്കെ ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചു. ഇതിന് ഞാൻ ക്യാൻവാസ് ഉള്ളത് കൊണ്ട് കുറച്ച് കട്ടി പിടിക്കാനും കുറച്ച് കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് റിങ് ഉപയോഗിക്കില്ല കേട്ടോ. എംബ്രോയ്ഡറി റിങ് ഇല്ലാതെ ആണപ്പോൾ ഞാനത് ചെയ്യണത്. നമ്മുടെ സ്റ്റിച്ച് ഓർമ്മ ഉണ്ടോ? നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചാട്ടോ. ഇതുപോലെ ഡിസൈൻ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിസൈൻ നിങ്ങൾ നേരത്തെ ഇതിലേക്ക് പകർത്തിക്കോളൂ കേട്ടോ, എന്നിട്ട് ചെയ്താൽ മതി. ഇതൊരു എളുപ്പ വഴിയാണ്. നമ്മൾ 4 കോണിലും ഓരോ വര വരച്ചു, അതിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യം ഡിസൈൻ ഫില്ല് ചെയ്യുക, പിന്നെ അതിൻ്റെ നടുകളിൽ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്തോളൂ. ഇത്തരം ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തിരി നീളമുള്ള സൂചിയാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ നൂല് എല്ലാം 6 നൂല് തന്നെയാണേ. ഇത്തിരി കട്ടിയിൽ വരാൻ വേണ്ടിയിട്ട്, വേഗം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത്തരം വർക്കുകളൊക്കെ ഈ എംബ്രോയ്ഡറി ചെയ്ത ഇങ്ങനത്തെ പേഴ്സ് ബാഗ് ഉണ്ടാക്കലൊക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവർക്കത് ഒത്തിരി സന്തോഷമായിരിക്കും. പിന്നെ എംബ്രോയ്ഡറി പഠിയും, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ പേഴ്സ് ഉണ്ടാക്കാനും ബാഗ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിയല്ലേ. എന്തായാലും നമ്മളൊരു ഡിസൈൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എല്ലാവർക്കും സന്തോഷം. പറഞ്ഞു കൊടുക്കുന്ന നമുക്കും സന്തോഷം, കുട്ടികൾക്കും സന്തോഷം അല്ലേ. വെറുതെ മൊബൈലും തോണ്ടിയിട്ട് കുട്ടികൾ, എല്ലാവരും അമ്മമാർക്കൊക്കെ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണല്ലോ എപ്പോഴും, കുട്ടികൾ എപ്പോഴും മൊബൈലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുക.
അപ്പം നമ്മുടെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാലോ ചെറിയൊരു പൂമ്പൊടി ഉണ്ടാക്കുകയാണ്. ഇതിന് ഞാൻ കെട്ടൊന്നും ഇടില്ല കേട്ടോ, അത് അതുപോലെ ഒന്നും ഇങ്ങനെ വലിച്ചിടുക നൂല് മുകളിൽ നിന്ന് അടിയിലേക്കാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമ്മുടെ ഫ്രഞ്ച് നോട്ടൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം എൻ്റെ ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഫ്രഞ്ച് നോട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോകൾ. അപ്പം അതൊക്കെ ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ, പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ട് കഴിഞ്ഞു. ഇനി ചെറിയൊരു തണ്ടൊക്കെ വെച്ച് നമ്മുടെ ബാക്ക് സ്റ്റിച്ചാണ്. ഇതിലിപ്പോൾ ഞാൻ ഒരു 4 സ്റ്റിച്ച് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, ഇത് ബാക്ക് സ്റ്റിച്ചാണ്. ഇനി നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചാണ്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് കിട്ടുന്ന ചെറിയ കുറച്ച് സമയം, 1/2 മണിക്കൂറേ ഉള്ളൂ എങ്കിൽ പോലും കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ. അവർക്ക് എത്ര സന്തോഷമായിരിക്കും അറിയാം, നമ്മൾ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മളിനി അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെട്ടിവെച്ച പൂമ്പാറ്റേനെ ഒട്ടിക്കണം. ഈ പശയൊക്കെ നമുക്ക് കണ്ടോ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ പശ കൊണ്ട് ഒട്ടിക്കണതിൻ്റെ ഒപ്പം തന്നെ എഡ്ജുകളിൽ ചെറിയൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം, നല്ലതാണ്. അതിനിപ്പോൾ ഞാൻ ഇവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യണത് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബട്ടർഫ്ലൈ തന്നെ റണ്ണിങ് സ്റ്റിച്ചും ലൂപ്പ് ഹോളും എല്ലാതും കൂടിയതാണേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് മെഷീനിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. കൈകൊണ്ട് തുന്നൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കതിൽ ഞാൻ എന്തായാലും മെഷീനിലാണ് അടിച്ചെടുക്കണത്. അടുത്ത് നമുക്കിത് മടക്കി അടിക്കാം കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടായിരിക്കും, ഉള്ളിൽ ക്യാൻവാസൊക്കെ വെച്ചത് കൊണ്ട് സൂക്ഷിച്ചടിക്കണേ. ജസ്റ്റ് ഒരടി കൊടുക്കുക 2 എഡ്ജുകളിലും. ഡിസൈൻ കൊടുക്കണുണ്ടെങ്കിൽ ഏത് ഡിസൈൻ ആണെങ്കിലും ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രം പേഴ്സ് അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ ബോർഡറിൽ കൂടി ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, അതിനാണിപ്പോൾ വരയ്ക്കണത്. ഇത് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തുള്ളൂ കേട്ടോ. സ്കെയിൽ കൊണ്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പഠിച്ചൊരു സ്റ്റിച്ച് തന്നെയാണ്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. പക്ഷേ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് സിമ്പിളായിട്ട് നമ്മളൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചേ പഠിച്ചിട്ടുള്ളൂ. ഈ ബോർഡറിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. 2 തവണയോ 3 തവണയോ സെയിം സ്റ്റിച്ച്, അതായത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഏകദേശം ഒരേപോലെ ഇട്ടിട്ട് വേണം ഓരോ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ചെയ്യാൻ. അതായത് ബേസായിട്ട് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാം, അതിൻ്റെ പകുതി പോർഷനിൽ കണ്ട ആ പകുതി പോർഷനിൽ വെച്ചിട്ട് 2 3 ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വീണ്ടും ചെയ്യാം. വളരെ മനോഹരമായൊരു ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ, വളരെ എളുപ്പമാണ് ചെയ്യാൻ. മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്? അപ്പോൾ ഇത്തരം പേഴ്സുകളൊക്കെ ചെയ്ത് നോക്കൂ. ഡിസൈൻ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈനുകൾ നമ്മൾ പഠിച്ച ഡിസൈൻ മറക്കൂല, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ, അവരോടൊക്കെ ഒന്ന് പറയും വേണേ. അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതേ ഡിസൈൻ ഇട്ടിട്ട് 3 ഭാഗത്തേ തുന്നുള്ളൂ, നടു മടക്കണ ഭാഗത്ത് എന്തായാലും ചെയ്യില്ല. ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല കളർ കോമ്പിനേഷൻ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. പച്ച, ഉള്ളിൽ റോസ് അല്ലേ, സൈഡിലൊക്കെ നല്ല ബോർഡർ സ്റ്റിച്ച്. ഇനിയിപ്പോൾ ഞാനിവിടെ സിബിന് പകരം വെൽക്രോ ടേപ്പാണ് എടുക്കുന്നത് കേട്ടോ. വെൽക്രോ ടേപ്പ് അത് തുന്നൽ സംബന്ധമായ എല്ലാ കടകളും മേടിക്കാൻ കിട്ടും. അതിൽ പശ വയ്ക്കുക, ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഒരു 5 മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പേഴ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ മാത്രം കുറച്ച് സമയം അധികം വേണ്ടി വരും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം, ഫ്രണ്ട്സ്മാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയ പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇനി കട്ട് പീസുകളൊന്നും കളയാതെ എടുത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയയുമായിട്ട് വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക്